നമസ്കാരം. മണിപ്പൂരിലെ ചുരാചാന്ദ്പൂർ മേഖലയിലെ നഗരമേഖലയിൽ ഇന്നലെ സംഘർഷം ഉണ്ടായതിനെ തുടർന്ന് ഇവിടെ 2 മാസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. പരിക്കേറ്റവരെ കുറിച്ചോ അനിഷ്ട സംഭവങ്ങളെ കുറിച്ചോ കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. തിങ്കക്പാക്പെ ഗ്രാമത്തിലും സംഘർഷം രൂക്ഷമായിട്ടുണ്ട്. 2 സംഘങ്ങൾ തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയായിരുന്നു. മണിപ്പൂരിൽ ഏതാനും ദിവസങ്ങളായി വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട ആക്രമണ സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ ദിവസങ്ങൾക്ക് മുൻപ് ചുരാചാന്ദ്പൂർ മേഖലയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ 13 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. 4 ദിവസം മുമ്പാണ് മണിപ്പൂരിലെ വംശീയ കലാപത്തിൽ കൊല്ലപ്പെട്ട 64 കുക്കി വിഭാഗക്കാരുടെയും 4 മെയ്തേ വിഭാഗക്കാരുടെയും മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയത്. മെയ് മാസത്തിൽ ആരംഭിച്ച കലാപത്തിൽ കൊല്ലപ്പെട്ട ഇവരുടെ മൃതദേഹം മോർച്ചറികളിൽ സൂക്ഷിക്കുകയായിരുന്നു. എന്തായാലും മണിപ്പൂരിലെ വംശീയ കലാപത്തിൽ ഇതുവരെ 175ഓളം പേർ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ. 1000-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കൂടാതെ 32-ലധികം ആളുകളെ കാണാതായിട്ടുണ്ട് എന്നാണ് സർക്കാർ നൽകുന്ന കണക്ക്. ഈ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാനും ഈ കലാപത്തിൽ ജീവിതം തകർന്ന ആളുകളെ പുനരധിവസിപ്പിക്കാനും ഒക്കെ ഒരു പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ജഡ്ജിമാരുടെയും സുപ്രീം കോടതി ജഡ്ജിമാരുടെയും ഒക്കെ 3-അംഗ സമിതിയാണ് ഇതിനുവേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. എന്തായാലും വീണ്ടും മണിപ്പൂർ സംഘർഷഭരിതമാകുമ്പോൾ അവിടെ നിരോധനാജ്ഞ അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് BJPക്കെതിരെ വീണ്ടും ഒരു ആയുധമായി വരാത്തത് എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. നമുക്കറിയാം, തുടക്ക സമയത്ത് മണിപ്പൂരിലെ വംശീയ കലാപം BJPക്കെതിരെയുള്ള രാഷ്ട്രീയ ആയുധമായി പ്രയോഗിക്കാനുള്ള വലിയ നീക്കങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു. പക്ഷേ ആ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഓളമൊക്കെ കെട്ടടങ്ങിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് കൃത്യമായ ആധിപത്യമുണ്ട്. അവർ 3 സംസ്ഥാനങ്ങളിൽ വിജയിച്ച് കയറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം മണിപ്പൂരിനെ കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാത്തത്. എന്തായാലും ഈ മണിപ്പൂരിനെ കുറിച്ചുള്ള വിലാപ കാവ്യങ്ങളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ പ്രതീക്ഷിക്കാൻ വകയുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും മണിപ്പൂരിനെ കുറിച്ച് കവിത എഴുതിക്കൊണ്ട് തന്നെ പ്രതിപക്ഷം രംഗത്ത് വരുമെന്ന് ഉറപ്പാണ്. ജനങ്ങൾക്ക് എന്തായാലും മണിപ്പൂരിലെ യഥാർത്ഥ പ്രശ്നം എന്താണ് എന്നതിനെ കുറിച്ചുള്ള ബോധ്യം വന്നിട്ടുണ്ട്. ഈ കുക്കി മെയ്തേ വിഭാഗങ്ങൾ തമ്മിലുള്ള വംശീയ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്, അല്ലെങ്കിൽ അത് BJP ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ സംഘർഷമല്ല എന്നതൊക്കെ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യമായതുകൊണ്ട് തന്നെയാണ് അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും വീണ്ടും മണിപ്പൂർ സംഘർഷഭരിതമാവുന്നു. അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. BJP വിമർശനം അവസാനിച്ചിരിക്കുന്നു. പക്ഷേ അത് എന്ന് തുടങ്ങുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.